അസ്സലാമലൈക്കും. ഈ മഴയൊക്കെ കാരണം പൊതുവെ ഇപ്പം എല്ലാവർക്കും അസുഖങ്ങളാണ്. പനി, ചുമ, ജലദോഷം. നമ്മൾ കമ്പൈൻ സ്റ്റഡിയൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തായിരുന്നു, പക്ഷെ അതങ്ങ് ശരിയായില്ല. കാരണം 2-3 പേർക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചു. കാരണം ഹെൽത്ത് ഓക്കെ ആവാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മുടെ കമ്പനി ബോർഡ് LGSൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോണേ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു PSC ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾഡൻ ചാൻസാണ്. ഒരുപാട് അഡ്വാൻറ്റേജസ് ഉള്ള എക്സാമാണിത്. നമുക്ക് അത്യാവശ്യം നന്നായി പഠിക്കുന്നവർക്കൊക്കെ എന്തായാലും കിട്ടാൻ ചാൻസ് ഉണ്ട്. പുതിയതായിട്ട് പഠിക്കാൻ തുടങ്ങിയ ആൾക്കാരുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഈ കമ്പനി ബോർഡ് LGSന്ന് തുടങ്ങുന്നത് നന്നായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇംഗ്ലീഷും മലയാളവും ഇല്ല. നമുക്ക് എല്ലാവരും പഠിക്കാൻ അത്രത്തോളം കുറയുന്നോ അത്രത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിയാണല്ലോ നമ്മൾ. പിന്നെ വേറെ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്തവരുണ്ടാവും. ഇപ്പോൾ ഡിഗ്രി ആണെങ്കിലും 10th +2 അങ്ങനെ എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ നമുക്ക് എൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കമ്പനി ബോർഡ് LGSന് നമ്മൾ പ്രത്യേകിച്ച് അതിന് വേണ്ടി പഠിക്കണം എന്നൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്കൊക്കെ എന്ന് പറയുമ്പോൾ കൂട്ടത്തിൽ നമുക്ക് കമ്പനി ബോർഡ് LGSും കൂടിയും പോകും. കാരണം നമ്മുടെ മറ്റ് എക്സാമിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണ്. പിന്നെ മെയിൻ എന്താണെന്ന് വെച്ചാൽ 7th ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി സിമ്പിളായിരിക്കും. പിന്നെ ഡിഗ്രി ഉള്ളവർക്കൊക്കെ എക്സാം എഴുതുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ കൂടും. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്. കാരണം കോമ്പറ്റീഷൻ കൂടുന്നത് കാരണം അത്രത്തോളം ആൾക്കാരോട് നമ്മൾ മത്സരിക്കണമല്ലോ. പക്ഷേ നമുക്ക് 7th ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് അതുപോലെ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. മുൻ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എൻ്റെ 2-3 ഫ്രണ്ട്സ് കളക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ടും കൊണ്ട് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരാൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കിട്ടിയിട്ട് അവൾ നമുക്ക് പാസ് ചെയ്തായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ എക്സാമുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി സിമ്പിളായ പോലെ എനിക്ക് തോന്നി കേട്ടോ. സിമ്പിളാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട അർത്ഥമല്ല ഉദ്ദേശിച്ചത്. സിമ്പിളെന്ന് മീൻസ് നമ്മുടെ ഡിഗ്രി ലെവലൊക്കെ നോക്കുമ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പക്ഷെ പഠിക്കണം. പക്ഷേ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കണം എന്ന് തോന്നുന്നില്ല. പിന്നെ നമുക്ക് ബുക്സൊക്കെ വാങ്ങിക്കുമ്പോൾ കമ്പനി ബോർഡ് LGSന് വേണ്ടി റാങ്ക് ഫയലൊക്കെ വാങ്ങിക്കണം, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നമ്മുടെ അടുത്തുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടാവുള്ളൂ. ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അവർക്കൊക്കെ ഉള്ള മെറ്റീരിയലിന് മതിയാവും. പിന്നെ പുതുതായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണം. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞിട്ടൊരു 5 to 6 months എന്തായാലും നമുക്ക് ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ലിസ്റ്റിൽ വരാൻ പറ്റും. കാരണം സാധ്യത കൂടുതലാണ്. കാരണം എന്തായാലും ഈ കമ്പനി ബോർഡ് LGSന് വാക്കൻസികൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ലിസ്റ്റിൽ വരാൻ പറ്റും. കമ്പനി ബോർഡ് LGSൻ്റെ വില്ലന്മാരെന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ബേസിൽ കാണുകയാണെങ്കിൽ കട്ട് ഓഫ് ആയിരിക്കും. കട്ട് ഓഫ് പൊതുവേ കൂടുതലായിരിക്കും. മുന്നത്തെ എക്സാമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തായാലും സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. അപ്പോൾ നമുക്ക് കട്ട് ഓഫ് കൂടുതലുണ്ടാവും. പിന്നെ ഡിഗ്രിക്കാർക്കൊക്കെ എഴുതാൻ പറ്റുന്നതുകൊണ്ട് അതിനനുസരിച്ച് കോമ്പറ്റീഷനും ഉണ്ടാവും. കാരണം ഡിഗ്രി ലെവൽ പ്രിപ്പയർ ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. കുറച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. ഒരുപാട് ടൈം എടുത്തിട്ടൊക്കെ ആയിരിക്കും അവർ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ പിന്നെ അവരുടെ ഒപ്പം നമ്മൾ കോമ്പറ്റീഷൻ എന്ന് വരുമ്പോൾ നല്ല ടഫ് ഉണ്ടാവും. ടഫെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കോമ്പറ്റീഷൻ്റെ കാര്യമാണ്. കാരണം ആൾക്കാരുടെ എണ്ണം കൂടുതലാണല്ലോ. അപ്പോൾ പിന്നെ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ടാവുമല്ലോ. നമുക്ക് വേറൊരു കാര്യം പറഞ്ഞാൽ പ്രിലിംസാണ്. പ്രിലിംസിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നോട്ടിഫിക്കേഷൻ വന്നാലാണ് പ്രിലിംസ് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻസ് ബേസ് ചെയ്ത് പഠിക്കാം. അപ്പോൾ മെയിൻസിൻ്റെ ഇത് വെച്ചിട്ട് പഠിക്കുമ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് നമുക്ക് പ്രിലിംസ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ടെൻഷനില്ല. ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതിയാവും. ഓൾറെഡി മെയിൻസ് വെച്ച് പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ചും കൂടെ നന്നായി പഠിക്കാൻ പറ്റും. കുറച്ച് പ്രിലിംസ് ആണെങ്കിലും കൂടി നമുക്ക് ഒരു പേടി ഉണ്ടാവില്ല. പ്രിലിംസ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു പേടി വരില്ല. മെയിൻസ് അങ്ങനെ പഠിച്ചാൽ മതി. മെയിൻസ് എക്സാമിന് പഠിക്കുന്ന പോലെ അങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പ്രിലിംസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ആ ടെൻഷന് നമുക്കൊന്ന് റിലീഫ് ചെയ്യാം. ഇത് കാണുമ്പോൾ തോന്നുന്നത് എന്താ കയ്യും കാലൊക്കെ ഇങ്ങനെ ആക്ഷനൊക്കെ എന്ന് വിചാരിക്കുന്നുണ്ടാവും.
ഞാനിങ്ങനെ കേട്ടോ പഠിക്കുക. എനിക്ക് ഇച്ചിരി നമ്മളിങ്ങനെ പിറുപിറുപിറു പറയില്ലേ, അതായത് ഒരുപാട് സൗണ്ടും അല്ല എന്നാൽ പിന്നെ ഒട്ടും അല്ലാതെ ഇങ്ങനെ പിറുപിറുപിറു പറയില്ലേ, കുറച്ചൊക്കെ ഇത്തിരി സൗണ്ടായിട്ട് തന്നെ, ഒരുപാടല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പഠിക്കുക. എന്നിട്ട് ഇങ്ങനെ കൈയും കൊണ്ടൊക്കെ ആക്ഷൻ വരും എനിക്ക്. അത് പറഞ്ഞാൽ നമ്മളപ്പോൾ നമ്മളതിനെ പഠിപ്പിച്ചെടുക്കും. ഇപ്പോൾ ഒരു ടീച്ചർ ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വിധം, ഞാൻ തന്നെയാണ് ടീച്ചറും ഞാൻ തന്നെയാണ് കേട്ടോ കുട്ടിയും. ഞാൻ എനിക്ക് തന്നെ പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ 1-2 ഫ്രണ്ട്സില്ലേ, എൻ്റെ വ്ളോഗൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞത്, നീ ഇങ്ങനെ കയ്യും കാലും അങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ പഠിക്കണത് എല്ലാവരും കാണുമ്പോൾ ഇപ്പോൾ അവരെ കാണുന്നവർ എന്നെ കളിയാക്കുന്നുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെയാണ് പഠിക്കുന്നത്, അപ്പോൾ നീ വീഡിയോ എടുക്കുമ്പോൾ കയ്യും കാലൊക്കെ ഒതുക്കി വെച്ചൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെയാണ് പഠിക്കാറ്. അപ്പം അല്ലാതെ ഞാൻ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ട് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനത് അവിടെ വെച്ചിട്ട് ഞാൻ പിന്നെ പഠിക്കണമെന്നുള്ളൂ. ഞാൻ പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ചെയ്തില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഠിക്കുന്ന സമയത്ത് ഫോൺ അവിടെ വെക്കുന്നു, പഠിക്കുന്നു. പിന്നെ ഞാനങ്ങനെ പഠിക്കുന്നത് ആ ടീച്ചറും കുട്ടിയൊക്കെ ഞാൻ തന്നെ അങ്ങോട്ട് ആവുകയാണ്. അങ്ങനെ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്കൊന്നും തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. ഞാൻ കയ്യും കാലൊക്കെ ഇങ്ങനെ ആക്കിയിട്ട്, കയ്യും കാലല്ല, കൈ മാത്രം ഇങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ പഠിക്കുക. ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ നമുക്ക് ചെറുപ്പം തൊട്ടേ വന്ന ശീലങ്ങളാണ്. അതായത് നമ്മൾ പഠിക്കുന്ന എല്ലാവർക്കും ഇപ്പോൾ ഒരേ സ്റ്റൈലൊന്നും ആയിരിക്കില്ല, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. അപ്പോൾ നമ്മുടെ കംഫർട്ട് എന്താണ് അതനുസരിച്ച് പഠിക്കുന്നതല്ലേ, അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാവുള്ളൂ. ഈ കൈയും കാലും ഇങ്ങനെ കെട്ടിയിട്ട് പോയിരുന്ന എനിക്ക് പഠിച്ചാൽ കിട്ടില്ല. അതുകൊണ്ടാണ് കമ്പനി ബോർഡ് LGSന് പ്രത്യേകിച്ച് സ്റ്റഡി മെറ്റീരിയൽസ് പുതിയതായിട്ട് വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് സ്റ്റഡി മെറ്റീരിയൽസ്. എനിക്ക് തോന്നുന്നു അതന്നെ മതിയാവും തോന്നുന്നു. കാരണം നമ്മളെന്തായാലും കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എനിക്ക് അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു റാങ്ക് ഫയൽ വേണം തോന്നുന്നില്ല. ഇനിയിപ്പോൾ വേണമെന്നുള്ളവരാണെങ്കിൽ ഫസ്റ്റായിട്ട് പഠിക്കുക എന്നുള്ളവരൊക്കെ ആണെങ്കിൽ, ചിലർക്ക് ഫസ്റ്റ് അല്ല ഓൾറെഡി മുന്നേ എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കാണെങ്കിലും ചിലർക്ക് റാങ്ക് ഫയൽ വേണം. അങ്ങനെയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല, വാങ്ങിച്ചുകൊണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് വേണ്ട, നമുക്ക് ഓൾറെഡി ഉണ്ടല്ലോ, മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് മുന്നോട്ട് പോകാൻ തോന്നുന്നു. ഡ്രീം അച്ചീവ് ചെയ്യണം. പിന്നെ നമ്മുടെ പഠിത്തം എന്തായാലും നന്നായി പഠിച്ചാലേ നമുക്ക് നമ്മുടെ ആഗ്രഹം സാധിക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഓക്കെയാണ്. പക്ഷേ എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ മഴയും കാര്യങ്ങളൊക്കെ കൊണ്ട് എല്ലാവിടെയും അസുഖങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഹെൽത്തിനാണ്. ഹെൽത്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഹെൽത്ത് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക. തുടങ്ങാത്തവർ ഇനിയും വെയിറ്റ് ചെയ്യേണ്ട, ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. കാരണം നമുക്കൊരു 5-6 മാസം ഉണ്ടാവും എന്തായാലും നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മൾ വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. നമുക്കപ്പോൾ അത് പഠിച്ചില്ല ടെൻഷൻ വേണ്ടല്ലോ. ഇപ്പോൾ റിലാക്സ് ആയിട്ട് എക്സാമിന് പോവാം. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.